സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസതികൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധന. തിരുവനന്തപുരത്തെ വാടക വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് അധികൃതരെ പാർട്ടിക്കാർ ആക്രമിക്കുന്ന സാഹചര്യം പോലും സംജാതമായിരുന്നു. ആ റെയ്ഡ് നടന്നതിന് ശേഷം CPM വീണ വിജയൻ എന്ന പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി പ്രതിരോധം തീർത്ത് രംഗത്തെത്തുന്നതും നാം കണ്ടിട്ടുണ്ട്. പ്രധാനമായും CPM ഇവിടെ മുന്നോട്ട് വെച്ച ഒരു വാദമുഖം എന്ന് പറയുന്നത് ഈ റെയ്ഡിൽ ഒന്നും കണ്ടെത്തുവാൻ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്ക് സാധിച്ചില്ല എന്നതായിരുന്നു. പിന്നീട് മകൾ വീണ വിജയൻ്റെ ബാങ്ക് ലോക്കർ പരിശോധനയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ആത്മവിശ്വാസം പങ്കുവെക്കുകയുണ്ടായി. അവർ പരിശോധിക്കട്ടെ, എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാമെന്നുള്ള പരിഹാസ മറുപടിയാണ് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പിണറായി വിജയൻ നൽകിയത്. എന്നാൽ ഈ റെയ്ഡിൽ കൃത്യമായ തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്ക് സമാഹരിക്കുവാൻ സാധിച്ചു എന്ന നിർണായക റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീണ കുറ്റക്കാരിയാണ് എന്ന നിലയിലേക്ക് ആധികാരികമായി കണ്ടെത്തൽ നടത്തുവാൻ എൻഫോഴ്സ്മെൻറ്റിന് സാധിച്ചിട്ടുള്ളത് എന്നും വ്യക്തമാകുന്നുണ്ട്. എന്താണ് ഈ തെളിവുകൾ, ഇത് എത്തരത്തിലാണ് വീണയ്ക്ക് കുരുക്കാകുന്നത് എന്നീ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ വീണ വിജയൻ്റെ ഐഫോൺ പിടിച്ചെടുത്തിരുന്നു. വീണ വിജയൻ ഉപയോഗിച്ചിരുന്നത് ഐഫോണിൻ്റെ പ്രോ മാക്സ് മോഡലാണ്. ഈ ഫോൺ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതോടുകൂടിയാണ് നിർണായകമായിട്ടുള്ള അവർ നശിപ്പിച്ചു എന്ന് വീണ വിജയൻ ആത്മവിശ്വാസത്തോടുകൂടി ഉറച്ചു വിശ്വസിച്ചിരുന്ന തെളിവുകൾ റിട്രീവ് ചെയ്യുവാനായി കേന്ദ്ര ഏജൻസിക്ക് സാധിച്ചത്. ഈ തെളിവുകൾ റിട്രീവ് ചെയ്തതോടുകൂടി വീണ വിജയൻ്റെ കൃത്യമായ ഒരു ഫ്രോഡ് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. വീണ വിജയൻ നടത്തിയ ഇടപാടുകളിലെ കൃത്രിമത്വവും വ്യാജരേഖ ചമക്കലും അടക്കം ഇവിടെ വ്യക്തമായി കേന്ദ്ര ഏജൻസിക്ക് മുമ്പിൽ അനാവൃതമായിരിക്കുകയാണ്. അഴിമതി എന്നതിനപ്പുറം വ്യാജരേഖ ചമക്കൽ കേസിൽ കൂടെ വീണ വിജയനെ പ്രതിയാക്കുവാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. പ്രധാനമായും 2 രേഖകളാണ് വീണ വിജയൻ്റെ ഐഫോൺ പ്രോ മാക്സ് മോഡലിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റിട്രീവ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ തിരികെ എടുത്തത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു വ്യാജ ഇൻവോയ്സ് ആയിരുന്നു. നൽകാത്ത സേവനത്തിൻ്റെ പേരിൽ കരിമണൽ കമ്പനിയായ CMRLന് വീണ വിജയൻ ഒരു വ്യാജ ഇൻവോയ്സ് നൽകിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും അന്വേഷണവും ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വ്യാജ ഇൻവോയ്സ് വീണ വിജയൻ സ്വന്തം ഫോണിൽ നിർമ്മിക്കുകയും അത് CMRL ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തത്. കൃത്യമായി ഈ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയ ഡേറ്റ് അടക്കം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു വ്യാജ ഇൻവോയ്സ് ആണ് എന്ന കൺക്ലൂഷനിലേക്ക് ED അധികൃതർ എത്തിയത്. ഇത് വെളിവാക്കുന്ന ശാസ്ത്രീയമായ തെളിവുകളെല്ലാം അവർ ശേഖരിച്ചിട്ടുമുണ്ട്. രണ്ടാമതായി അവർ റിട്രീവ് ചെയ്തെടുത്ത അല്ലെങ്കിൽ വീണ്ടെടുത്ത ഈ ഫോണിൽ നിന്ന് നശിപ്പിച്ചു എന്ന് വീണ വിജയൻ വിശ്വസിച്ച ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് CMRLുമായി ഉണ്ടാക്കിയ ഒരു കരാറായിരുന്നു. ഈ ആരോപണം ഉയർന്നു വന്നതിന് ശേഷം തന്നെയാണ് ഈ വ്യാജ കരാറും വീണ വിജയൻ നിർമ്മിച്ചത്. ഈ കരാറും അവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഐഫോൺ പ്രോ മാക്സ് എന്ന മോഡൽ ഫോണിൽ നിന്ന് തന്നെയായിരുന്നു. ഈ കരാറിൻ്റെ പകർപ്പ് പിന്നീട് പ്രിൻ്റ് എടുത്തിട്ടാണ് CMRL ഉദ്യോഗസ്ഥരെ കൊണ്ടടക്കം സൈൻ ചെയ്തുകൊണ്ട് ഇതൊരു ഡോക്യുമെൻ്റായി SFIOയ്ക്ക് മുമ്പിലും ED ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും വീണ വിജയൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിനുള്ള കൃത്യമായ തെളിവുകളും റിട്രീവ് ചെയ്തെടുക്കുവാൻ ഈ ഐഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. കോടിക്കണക്കിന് രൂപ, കൃത്യമായി പറഞ്ഞാൽ 2.78 കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ കൈക്കൂലി ഇനത്തിൽ കൈപ്പറ്റുന്നുണ്ട്. പിന്നീട് ഇത് IT സേവനങ്ങൾക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്സൂൾ ഇറക്കിക്കൊണ്ട് പാർട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, വീണ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് ഇതിന് തെളിവുണ്ടാക്കുവാൻ വേണ്ടി വ്യാജ ഇൻവോയ്സും വ്യാജ കരാറും സ്വന്തം ഫോണിൽ നിന്ന് വീണ വിജയൻ സൃഷ്ടിച്ചു എന്ന തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ED അധികൃതർക്ക് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന CPMകാർക്കും പിണറായി വിജയൻ്റെ സ്തുതിപാഠകർക്കും ഈ തെളിവുകൾ, ഈ വസ്തുതകൾ, ഈ വാർത്തകൾ വലിയ തിരിച്ചടിയാകുകയാണ്. കാരണം പിണറായിയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ തന്നെയാണ് വീണ വിജയനിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ അവരുടെ ഫോൺ പിടിച്ചെടുത്തത്. ഈ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനയാണ് വീണ വിജയന് വലിയ കുരുക്കൊരുക്കുന്നത്. ഇനി രണ്ടാമതായി എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ വീണ വിജയനെതിരെ ശേഖരിച്ച ഏറ്റവും വലിയ തെളിവ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് വീണ വിജയൻ്റെ ബാങ്ക് ലോക്കർ പരിശോധനയിലായിരുന്നു. വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാനുള്ള നീക്കത്തിലേക്ക് ED കടന്നതും ആ നീക്കം പൂർത്തിയാക്കിയതും
ആ ലോക്കറിൽ നിന്ന് ലഭിച്ച സുപ്രധാനമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തുകയുണ്ടായിരുന്നത് ലേക്കേഴ്സ് ഇന്ത്യ കോർപ്പറേഷൻ എന്ന ഒരു സ്ഥാപനത്തിൻ്റേതായിരുന്നു. ആ സ്ഥാപനത്തിൽ വീണ വിജയനുള്ള പങ്കാളിത്തം തെളിയിക്കുന്ന രേഖകളാണ് HDFC ബാങ്കിൻ്റെ ലോക്കർ പരിശോധനയിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് അധികൃതരുടെ കയ്യിലേക്ക് എത്തിയത്. അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർക്ക് എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാമല്ലോ എന്ന പരിഹാസ മറുപടി നൽകിയ പിണറായി വിജയന് മുഖമടച്ച് കിട്ടിയ ഒരു അടിയായി ഈ തെളിവ് മാറുകയായിരുന്നു. വീണ വിജയൻ ഒരു ഘട്ടത്തിലും ഒരു ചോദ്യം ചെയ്യലിലും, അതായത് SFIOയുടെ ചോദ്യം ചെയ്യലിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിലും ഇത്തരം ഒരു സ്ഥാപനത്തിലുള്ള തൻ്റെ പങ്കാളിത്തമോ തൻ്റെ നിക്ഷേപമോ വെളിപ്പെടുത്തുവാൻ തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ വീണ വിജയൻ കൺസീൽ ചെയ്തു വെച്ചിരുന്ന ഒരു നിക്ഷേപത്തിൻ്റെ വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് അധികൃതരുടെ കയ്യിലേക്ക് കൃത്യമായി എത്തുമ്പോൾ ആ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും വീണ വിജയന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, ഒളിക്കാനുണ്ട്. അവരുടെ സ്വകാര്യ നിക്ഷേപത്തിൻ്റെ മഞ്ഞുമലയുടെ അഗ്രം എന്ന വണ്ണം അവരുടെ ഒരു സ്വകാര്യ നിക്ഷേപത്തിൻ്റെ സ്വകാര്യ കമ്പനിയുടെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വിശദാംശങ്ങൾ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് അധികൃതരുടെ കയ്യിലേക്ക് ദൈവം എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ അത്ഭുതവുമില്ല. ഈ തെളിവുകൾ കൂടി നിരത്തി ചോദ്യം ചെയ്യലിന് വിധേയയാക്കിയാൽ വീണ വിജയന് എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്ക് മുമ്പിൽ എല്ലാം വിളിച്ചു പറയേണ്ടി വരും. വീണ വിജയന് തൻ്റെ പിതാവിൻ്റെ ഈ ഇടപാടുകളിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് കുറ്റസമ്മതം നടത്തേണ്ടി വരും. ഒരുപക്ഷെ പിണറായി വിജയൻ മകളെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് സ്വയം കേസിൽ പ്രതിയാകുവാൻ സന്നദ്ധനാകും എന്ന് പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്. പിണറായി വിജയൻ സന്നദ്ധനായെങ്കിലും ഇല്ലെങ്കിലും പിണറായി ഈ കേസിൽ പ്രതിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മാപ്പ് സാക്ഷിയാകുവാനുള്ള മികച്ച അവസരം ശശിധരൻ കർത്ത നേരത്തെ തന്നെ ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. 2024 തന്നെ ശശിധരൻ കർത്ത കേന്ദ്ര ഏജൻസികൾക്ക് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ വീണ വിജയന് മാസപ്പടിയായി പണം കൈമാറുന്നത് എന്ന മൊഴി നൽകിയിരുന്നു. പിന്നീട് ഈ സമീപകാലത്ത് ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ ചോദ്യം ചെയ്യലിന് വിധേയരായപ്പോഴും അവരും ഈ വസ്തുത തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ആവർത്തിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും താൻ പ്രതിയാകും, തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും, എന്നാൽ മകളെയെങ്കിലും രക്ഷിച്ചെടുക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വീണ വിജയനെ മാപ്പ് സാക്ഷിയാക്കുവാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് നിയമവൃത്തങ്ങളോട് അദ്ദേഹം ചർച്ച ചെയ്യും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് കുരുക്കായി മാറിയത് അവരുടെ സ്വന്തം മൊബൈൽ ഫോണും അവരുടെ രഹസ്യ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന തെളിവുകളുമാണ്. ഇനി അറിയേണ്ടത് മുഹമ്മദ് റിയാസിൻ്റെ ഈ കേസിലെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. വീണയുടെ ഫോണിൽ നിന്ന് റിട്രീവ് ചെയ്തെടുത്തിട്ടുള്ള രേഖകൾ, 2 രേഖകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. മുഹമ്മദ് റിയാസിലേക്കും എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വീണയും മുഹമ്മദ് റിയാസും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തീർച്ചയായും പരിശോധന നടക്കും. മുഹമ്മദ് റിയാസിനെ ഈ അഴിമതി കേസിൽ ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും തെളിവുകൾ വീണയുടെ ഫോണിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ അത് റിട്രീവ് ചെയ്തിട്ടുണ്ടാകും. എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ അത് റിട്രീവ് ചെയ്തിട്ടുണ്ടാകും. അത് പിണറായി വിജയൻ എന്ന വീണ വിജയൻ്റെ പിതാവിനൊപ്പം തന്നെ തൻ്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെയും ഈ കേസിലേക്ക് വീണ വഴി എത്തിക്കുന്നതിൽ വഴിവെക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഈ വസ്തുതകൾ പ്രേക്ഷകർക്കായി വിവരിച്ചുകൊണ്ട് വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.